ഇതെന്താ? ആരുടെ? ഇതൊക്കെ എന്തിനാ? ഇതൊക്കെ എന്തിനാ? മുകളിലെന്തിനാ തൂക്കണേ? ആണോ? ഹാപ്പി ബർത്ത്ഡേ. ഹലോ, വെൽക്കം ടു ഡബിൾ എസ്. ഇന്ന് നമ്മുടെ ജുഗുനുവിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ. ബർത്ത്ഡേ പറഞ്ഞു കഴിഞ്ഞാൽ പിറന്നാളാണ്. നാളാണ് വരുന്നത്. രേവതി നാളാണ് ഇന്ന്. അപ്പം അന്ന് നമ്മൾ ആക്ച്വലി ഇന്ന് വർക്കിംഗ് ഡേ ആണ്. പക്ഷേ ഇന്ന് തന്നെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം ബർത്ത്ഡേയുടെ അന്ന്, ഡേറ്റ് ഓഫ് ബർത്തിൻ്റെ അന്ന് നമുക്ക് നാട്ടിൽ പോകണം. വേറെ കുറേ കാര്യങ്ങളുണ്ട്. അപ്പം അന്ന് സെലിബ്രേറ്റ് ചെയ്യാൻ നമുക്ക് പറ്റില്ല. അപ്പോൾ അത് കാരണം കൊണ്ട് നമ്മൾ പിറന്നാൾ സെലിബ്രേറ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ഇന്ന് നമ്മൾ സെലിബ്രേറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ അതേ ഞങ്ങളവിടെ ഒരുക്കങ്ങളൊക്കെ നടത്തുമ്പോൾ ഇവിടെ ഒരാൾ സുന്ദരക്കുട്ടനായിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ബർത്ത്ഡേ ബോയ്. ആണോ? ബർത്ത്ഡേക്ക് ഒരുങ്ങാണോ? ആ, സുന്ദരനാവാ. നമ്മുടെ പൊന്നു സുന്ദരനാണ് കേട്ടോ. നമ്മളങ്ങനെ അധികം ആൾക്കാരൊന്നും വിളിച്ചിട്ടില്ല കേട്ടോ. എൻ്റെ 2 ഫ്രണ്ട്സും സൂര്യചാരൻ്റെ 2 ഫ്രണ്ട്സും പിന്നെ അച്ഛനും അമ്മയുണ്ട്. അത്രയും വേറെ ആരും ഇല്ല കേട്ടോ. വളരെ ചുരുക്കം ആഘോഷമാണേ. അതേ ഇവിടെ ജുഗുനുവിന് വേണ്ടിയിട്ട് സർപ്രൈസ് ഒരുക്കിയിട്ട് ജുഗുനുവിന് ഏറ്റവും ഇഷ്ടം വെഹിക്കിൾസ് ആണ്. അപ്പം നമ്മൾ അതൊക്കെ വാങ്ങിച്ച് വച്ച് ബലൂൺസും സാധനങ്ങളൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ജുഗുനുവിന്റെ ബർത്ത്ഡേ ഗിഫ്റ്റുകളാണ് ഇതെല്ലാം. അപ്പൊ അങ്ങനെ സർപ്രൈസ് ഒരുക്കിയിട്ടുണ്ട്. ജുഗുനു ഇതൊന്നും കണ്ടിട്ടില്ല, അറിഞ്ഞിട്ടില്ല. കുറച്ച് നേരമായി ഈ റൂമിനകത്തേക്ക് പോരണം ഇങ്ങനെ ജുഗുനു പറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഇനി അവനെ ഇതിനകത്തേക്ക് കേറ്റാന്നാണ് വിചാരിക്കുന്നത്. ഒരു ലൈറ്റ് കൂടിയില്ല, അതും കൂടി ഇടും. കുറച്ചുകൂടി ലൈറ്റ് ഇട്ടു. അമ്മേ, ഏതൊക്കെ വെഹിക്കിൾസ് ഉണ്ട് നോക്ക് അവിടെ. അച്ചിച്ചാണ് ഇവിടെ എടുത്ത് നോക്കണേട്ടോ. എന്തൊക്കെയല്ലേ സർപ്രൈസ്. മതി അപ്പു മതി. അതെ ഹെലികോപ്റ്റർ റിമോട്ടിൽ ഓടുന്നതാണോ? അപ്പുന്റെ ആണോ? അമ്മാവിന്റെ ഗിഫ്റ്റ് ആണത്. ഹെലികോപ്റ്റർ റിമോട്ട് മോളിലേക്ക് പറക്കും. കൊള്ളാലോ. അത് ഇതിന്റെ പവറിൽ, ബലൂണിന്റെ പവറിൽ ഓടാൻ വേണ്ടി ഉണ്ടാ. ട്രാവലറാണോ മിനിയാണോ? മിനി വണ്ടിയാണോ? മിനി വാനാണോ?
ഗസ്റ്റൊക്കെ എത്തണേ ഉള്ളൂ കേട്ടോ. അപ്പം ഞങ്ങൾ അവന് കൊടുത്ത ഗിഫ്റ്റുകളൊക്കെ തുറന്ന് ഞങ്ങൾ തന്നെ കളിച്ച് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ ഓരോന്നായിട്ട്. അപ്പോൾ ഇതാ ഓരോരുത്തരായിട്ട് എത്തി. ഒരുപാട് പേരൊന്നുമില്ല, കുറച്ച് ഫ്രണ്ട്സ് മാത്രമേ ഉള്ളൂ. അപ്പോൾ എല്ലാവരും എത്തി തുടങ്ങി. നമ്മളിനി കേക്ക് കട്ട് ചെയ്യാമെന്ന് ഉള്ള പ്ലാനിലാണ് കേട്ടോ. കട്ട് ചെയ്യാമെന്ന് വെച്ചാൽ അപ്പം അവൻ്റെ ഫേവറേറ്റ് കേക്ക് സ്ട്രോബെറി എന്ന് പറഞ്ഞിട്ട് അതാണ് വാങ്ങിച്ചത്. അവന് മാത്രം ഇഷ്ടപ്പെടുന്നൊരു കേക്കാണ് കേട്ടോ. ആദ്യം കഴിച്ചതാ പോവാന്ന് മനസ്സിലാവും. അങ്ങനെ ഞങ്ങൾ പതുക്കെ ഫുഡിങ്ങിലേക്ക് കടന്നിരിക്കുകയാണ് കേട്ടോ. നമ്മൾ വാങ്ങിച്ചതാണ്. വന്നിട്ട് ഓഫീസിൽ നിന്ന് വന്നിട്ട് ഉണ്ടാക്കാനുള്ള സമയമില്ല, പിന്നെ അല്ലെങ്കിൽ അമ്മ മാത്രം ഒറ്റയ്ക്ക് ഉണ്ടാക്കണം. അപ്പം അത് വേണ്ടാന്ന് വെച്ച് വാങ്ങിച്ചു. ജുഗുന്റെ ബർത്ത്ഡേ ആയിരുന്നു. കൊറേ സർപ്രൈസ് ഒക്കെ കിട്ടി. ജുഗുന് പറയാം ഹാപ്പി ആയോ എന്നൊക്കെ പറയൂ. ജുഗുന് പറയാം ഹാപ്പി ആയോ. ജുഗുന് ഹാപ്പി ആയോ എന്ന് പറയൂ. ജുഗുന് ഹാപ്പി ആയോ. ഇതിലതില്ല പൊന്നോ, ചേച്ചിമാരെ പഠിപ്പിച്ചു തന്നതല്ലേ. ഇപ്പൊ ജുഗുന് ബർത്ത്ഡേ ഒക്കെ സെലിബ്രേറ്റ് ചെയ്ത് കേക്കൊക്കെ കഴിച്ച് പാലൊക്കെ കുടിച്ച് വാങ്ങാൻ പോവാണ് എന്ന് പറയൂ. കേക്കൊക്കെ കഴിച്ച് പാലൊക്കെ കുടിച്ച് ഞങ്ങള് പോവാണ്. Good night. Good night. അപ്പോൾ ഇതാ നമ്മുടെ സെലിബ്രേഷനൊക്കെ കഴിഞ്ഞു. ഇനി ജുഗുന് ഉറങ്ങിയിട്ട് വേണം നമുക്ക് ഉറങ്ങാൻ വേണ്ടി. അപ്പോൾ അതുപോലെ അവൻ ലേറ്റ് ആവും. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതായിരുന്നു. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കണം. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ടാറ്റാ.